ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ ಬ್ಲಾಗ್ಲಿ ನಾನು ಇವತ್ತು ನಂದು ಮಾರ್ನಿಂಗ್ ಟು ಆಫ್ಟರ್ನೂನ್ ತೋತು ರೂಟೀನ್ ಶೇರ್ ಆಗ್ರೆ. ಮಾರ್ನಿಂಗ್ ತಹಜ್ಜುದ್ಗೆ ನಂಗೆ ಎನಿಕ್ರ ಎಂಚಲ್ പിന്നെ നമാസെല്ലാം ഇത്ത് ಒಂದು ಗ್ಲಾಸ್ ಬೆಚ್ಚ ತಣ್ಣೆಲ್ಲ ಕುಡಿಚಿತ್ತು ತೆಲ್ಲದಿಕ್ಕರು ഖുറാനെല്ലാം ഓതിത്ത് പിന്നെ കിടാവിടെ വന്നിത്ത് സുബഹ നമാസ് ആക്കിത്ത് പിന്നെ പാടെ മൗനിപ്പതെല്ലാം ദർശക ചെയ്യുന്നതിൽ തെല്ലാര വറങ്ങറാണ് 7 o'clock ಗಂಟೆ ಬಂದರೆ ಸ್ಕೂಲ್ಗೆ ಫ್ರೆಶ್ ಅಪ್ ಹಾಕಿತ್ತು ಫೀಡಿಂಗ್ ಎಲ್ಲ ಹಾಕಿತ್ತು ಅವൻ്റെ ಕಡ್ತಿಲ್ പിന്നത്തെ എൻ്റെ റൂട്ടീന് സ്റ്റാർട്ട് ആവുറി. മോനും പോയാൽ പിന്നെ അവന് മാറ്റിപ്പിച്ച ഡ്രസ്സും ಬೇರೆ എന്തും വാഷ് ആക്കിട്ടെങ്കിൽ അതിലെ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ബാൽക്കണിയിൽ സൈഡിൽ വെച്ചിട്ട് ಬಿಟ್ರೆ അതിൽ പിന്നെ അവൻ കളിക്കുകത്തെ ടോയ്സ് എല്ലാം ഇക്കറല്ലേ അതിലെ പ്ലേസിൽ കൊണ്ടുപോയിട്ട് വെച്ച് ಬಿಟ್ರೆ ഇത് എൻ്റെ ഡെയിലി റൂട്ടീനായിട്ട് ഇക്കറ്. ಇಂದತ್ತು ಈ ರೂಟೀನ್ ನಂದು ವೀಕ್ಲಿ ಆಯಲು ತೆಲ್ಲಿ ಯಾರ ಸೊರ ಅವರು ಥರ್ಸ್ಡೇ ರಂದು ನಾನು ಬನ್ನಂಬಾಲೆಲ್ಲ ಇರ್ತಿತ್ತು ಕಾಟ್ ಅಡ್ಚಿದ್ದು തോതിയത് ಬಿಟ್ರೆ ಸೊ ನೆಕ್ಸ್ಟ್ ರಂದು ಫ್ರೈಡೇ ರಂದು ನಾക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആക്കുമ്പോഴത്തേക്കോ അത് തെല്ല് റിലാക്സിങ് പോലെ ആവും. എന്തും ഞങ്ങൾ സൊറാക്കുമ്പോഴത്തേക്കോ തെല്ല് പ്രീ പ്ലാൻ ആക്കി താക്കിയെങ്കിൽ നല്ല ഇക്കറ്. സോ ഞാൻ എപ്പം എൻ്റെ സ്വരത്തെ പ്രീ പ്ലാൻ ആക്കിയിട്ട് ഒരു തെല്ല് ആക്കിയിട്ട് എടുക്കോ കോശിഷാക്കറെ. പിന്നെ തടിക്ക് റാഹത്തില്ലാണ്ടായെങ്കിൽ അത് ഞങ്ങൾക്ക് എത്രയും പ്ലാൻസ് ആക്കിയോ അത് ഒന്നും നടക്കില്ല. സോ അതിനെ ഞാൻ അതേപോലെ എങ്ങനെ പോകിക്കറ് അതേപോലെ വിട്ടുവിട്ರೆ. പിന്നെ ഈ ഒരു ഷെൽഫിൽ ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിലെ ഒരു ഷെൽഫിൽ എന്തിനായെങ്കൊന്നു ഡമ്മ അവിടെ തിങ്സ് വെക്കോണത്ത് എൻ്റെ മോന് വെച്ചിട്ട് ಬಿಟ್ರಾണ്. സ്കൂളിൽ കിട്ടിയ ചെറിയ ചെറിയ പെൻസിലായിത്തേക്കോ ഓർ അവൻ്റെ ഫ്രണ്ട്സിനങ്ങ് തന്നെ പേപ്പറിൽ എന്തും സംതിങ് എഴുതിയിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതിലെല്ലാം കോണത്ത് വീക്കറാണ്. മമ്മ ഇത് എരിയണ്ട നക്ക് പേനോട്ട് ചൊല്ലിട്ട് ഒരു എൻ്റെ മോൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. സോ ഞാൻ അവൻ്റെ ഹാപ്പി ആക്കുക എന്തിനാക്കറെ അതൊരു 1 വീക്ക് തൊടില്ലേ കൊറിയ 1 വീക്കിൽ പിന്നെ അവൾക്ക് അത് മറന്നത് പോണ്ട്. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഫ്രൈഡേ രണ്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഡമ്മാക്കിയിട്ട് ಬಿಟ್ರೆ. സോ ഇങ്ങനെ ആക്കിയതിൽ അവനും ഹാപ്പി ആവുകയാണ് ഞാനും ഹാപ്പി ആവിടെ നക്കും ക്ലീനിങ്ങും ആക്കിയിട്ടെಲ್ಲ സാറ്റിസ്ഫാക്ഷൻ ആവുdu. എൻ്റെ കൊറിയ കിച്ചൺസിലെ എല്ലാം ബാർബിക്യൂടെ സ്റ്റിക്സിലെല്ലാം എൻ്റെ മോൻ കളിക്കുന്നതുണ്ട്. സോ അത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഡൈനിങ്ങിൽ വെച്ച് ಬಿಟ್ರಾണ് അതിൽ ആരോ പോലെ ആക്കിയിട്ട് അവൻ കളിക്കുകയും യൂസ് ആക്കറാണ്. നൻ്റെ അവത്തിലുള്ളൊരു കാർപ്പറ്റ് ഉണ്ടല്ലേ മാറ്റ് പോലത്തെ പായ് പോലത്തെ കാർപ്പറ്റ് അതിൽ ഇങ്ങനെ ആരോ പോലെ ആക്കിയിട്ട് എറിഞ്ഞിട്ട് അവനും അതിൽ കളിക്കുകയുണ്ട്. സോ ഞാൻ അതിനും അവൻ എൻജോയ് ആക്കുക ಬಿಟ್ರೆ മക്കൾക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിട്ടുവിടണം എൻജോയ് ആക്കുക. ചെറിയ റിസ്ട്രിക്ഷൻ എല്ലാം വെച്ച് എന്തിനാവും മക്ക കെട്ടി വെച്ച പോലെ ആവുറാറ്. പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് കളിക്കുക സിബ്ലിങ്സ് ഇല്ലെങ്കിൽ യാരമേ എനിക്ക് ഒരു കെട്ടി വെച്ച പോലെ ഫീൽ ആവും. ഇവിടുത്തെ ബിൽഡിങ്സിൽ എല്ലാ മക്കളോട്ട് ಸೇರಿತ್ತು കളിക്കുന്നതൊന്നും ഈവനിങ്ങിൽ ടൈമിങ് ഉണ്ടാവുമെങ്കിൽ ബട്ട് ഇപ്പം എക്സാം ടൈം ആയതിൽ ഡെയിലി ഇങ്ങനെ ഈവനിങ് പോകേണ്ടില്ല. ഒരു വീക്കിൽ ഇങ്ങനെ ഇപ്പം ഞാൻ നോക്കിയിട്ട് കടത്തിയിട്ടുള്ളേ. സോ ആ റൂട്ടീൻ്റെ ഒരു മാനേജ് ആക്കട്ടെ അവനക്കൊരു ഹാബിറ്റ് ആക്കട്ടിട്ട് ഞാൻ ഇങ്ങനെ അവൻ്റെ ഫോളോ ആക്കട്ടെ. ചെറിയ ചെറിയ തിങ്സ് ഞങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ഫോളോ ആക്കട്ടെങ്കിൽ അങ്ങനെ ഹാബിറ്റ് ആയിട്ട് പോണ്ട്. ഞങ്ങൾക്ക് എക്സാം ഇന്നപ്പം ഞങ്ങൾ വീക്കിൽ വൺസ് മാത്രം അമ്മ എൻ്റെ കീഴിൽ കടത്തറ് ഇല്ലെങ്കിൽ എക്സാംസ് ഇന്നപ്പം എനിക്ക് കീഴിൽ വിടില്ലാണ്ട് അത് അവനക്ക് ഇപ്പം മാഷാല്ല ക്ലിയർ ആയിട്ട് എക്സാംസ് എല്ലാം ആയാൽ പിന്നെ ഇപ്പം അവൻ ചൊല്ലാണ് എൻ്റെ എക്സാംസ് തീർന്നിൽ പിന്നെ എൻ്റെ കീഴിൽ കടത്തുവാറല്ലേ എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് എൻ്റെ കടത്തുവാറല്ലേ ഉണ്ട്. സോ ഇതൊരു അങ്ങനെ ഉൾക ഒരു ഡിസിപ്ലിൻ ಬಂದು. സോ എല്ലാം കാറ്റടിച്ചാൽ പിന്നെ ഞാൻ 9:30 ഉൾക വേഗം കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിൻ്റെ പുറത്ത് വെച്ച് ಬಿಟ್ರೆ വാച്ച്മാൻ ഇല്ലെങ്കിൽ കൊണ്ടുപോകല ഞങ്ങൾ പിന്നെ കൊണ്ടുപോയിട്ട് എരിയനാവും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തോലും കച്ചറെല്ലാം ഔത്തിലേ ഇക്കറ്. ഇങ്ങനെ എല്ലാം ആയി പിന്നെ ഞാൻ മോപ്പിങ് എല്ലാം ആക്കിയിട്ട് എടുക്കറേ. ഇതൊരു റൂമിൽ എന്തും ഇല്ല എംറ്റി ബോക്സസും ഇല്ലേ ഒന്നിരുൾക ഒന്നിട്ടത് വെച്ചിരെ. പിന്നെ എൻ്റെ കിടാവിടെ ടോയ്സ് എല്ലാം ഇല്ലേ അത്രയേ ഉള്ളൂ ഈ ഒരു റൂമിൽ. പിന്നെ ഞാൻ ഈ റൂമിൻ്റെ വിൻഡോ ക്ലോസ് ആക്കില്ല അവിടെ ചെറിയ ചെറിയ ഗുറുപ്പി കണ്ട് ഇതിക്ക് മുന്നോട്ട് വീഡിയോ നോക്കി തിന്നെങ്കിൽ നിങ്ങൾക്ക് പിടിക്കും. സോ ഡോർ മാത്രം ക്ലോസ് ആക്കി ಬಿಟ್ರೆ ക്ലീനിങ് ആക്കിയിട്ട്
ഹാളിൽ നല്ല വെയിൽ പണ്ട്. സോ കർട്ടൻ എപ്പോഴും ನಾನು ತೆಲು ಕ್ಲೋಸ್ ಆಗಿ ಬೇಕ್ರಿല്ലെങ്കിൽ ಬೆಚ್ಚത്തിൽ ആ സൈഡ് തേക്കുക ആവില്ല. വാഷ് ആക്കിയ ക്ലോത്ത് എല്ലാം വാഷിംഗ് മെഷീನ್ಗೆ ಇಟ್ಟಿട്ട് ಬೆಚ್ಚಿಬಿಟ್ಟೆ. ವಾಷಿಂಗ್ ಮಿಷಿನ್ ಇಂದು ರನ್ ಆಗೋಗಿಲ್ಲ ಅಂತ ಕೊರಿಯೆಲ್ಲ ವೆಸಲ್ಸ್ ಎಲ್ಲ ಇತ್ತು. ಗಿಡವೆ ಟಿಫಿನು ಬ್ರೇಕ್ಫಾಸ್ಟ್ ಎಲ್ಲ ಹಾಕಿತ್ತು ಕಟ್ಟಿರ್ പിന്നെത്തു അതിലെല്ലാം വാഷ് ആക്കിയിട്ട് സിങ്കെല്ലാം വാഷ് ആക്കി എടുത്തോണ്ട് അതിൽ പിന്നെ അവരെല്ലാ ക്ലീനിങ്സ് എല്ലാം ആയിത്തേക്കറ്. ഇത്ര ക്ലീനിങ്സ് എല്ലാം ആയാൽ പിന്നെ ഞാൻ ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തോണ്ട് പിന്നെ 5 മിനിറ്റ്സ് റെസ്റ്റ് എല്ലാം ആക്കിയാൽ പിന്നെ ബാക്കിയുടെ റൂട്ടീനാണ് സ്റ്റാർട്ട് ആക്കറ്. പിന്നെ ഇങ്ങനെ ചുമ സ്വരെല്ലാം ഇന്നപ്പം ഞാൻ ടി വിയിൽ സൂറത്തുൽ കാഫ് സൂറത്തുൽ ബഖറ എല്ലാം വെച്ചിട്ട് ಬಿಟ್ರೆ ಫ್ರೈಡೆ 2 ಟೈಮಿಂಗ್ ನಾಕೆಂದು ಅಂಡ್ ಸೊರೆಲ್ಲ ಇಲ್ಲೇನು ಟೈಮ್ಗೆ ರೀಡಾಕಿತ್ತು എടുത്തോണ്ട് ടി വിയിൽ റണ്ണായിട്ട് ഇന്നെ പോലെമേ സ്വറ ആക്കിയുണ്ട് ഞാനും അതിൽ ഓതി ಉಂಟು ಕಂಪ್ಲೀಟ್ ಆಕಿತ್ತು ಬಿಡ್ರೆ. ಸೊ ಜಂಡು ಸ್ವರവും ഞങ്ങൾ ഒട്ടൊട്ടുകെ ಅವರು അകവും ഫുള്ളായിട്ട് ഞങ്ങൾ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാകുമ്പോഴത്തേക്കും നല്ലൊരു സമാധാനം അവിടെ ആവത്തേക്കും ഒരു ഫ്രഷ് ഫീൽ ആവും. പിന്നെ ഇതൊരു ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡ് ക്യാബിനെറ്റിൽ നണ്ടിക്കിട അവിടെ ചമ്മ മെഡിസിൻസേ ഉണ്ട്. അതിൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബേജാറ്. ഈ ഇയർ ഫുള്ളുണ്ട് തടിയെല്ലാം തീരാണ്ടിമി പോയിട്ട് അതിൽ ഒരു ബേജാറിലെ മനസ്സൊരു എന്തമാ പോലെ ഒരു ഫീൽ ആവും. സോ ഈ റംലാൻ മാസത്തെ നോമ്പിൽ നിങ്ങൾ എല്ലാവരും നടക്കിടാവുമ്പോൾ ദുവാർക്കൊന്നും എല്ലാ വ്യൂവേഴ്സിലോട്ടും എൻ്റെ ഒരു ഇതൊരു റിക്വസ്റ്റ് ആയിത്തേക്ക്. പിന്നെ എൻ്റെ ഈ സൈഡിൽ ഒരു വ്യൂ ഉണ്ടല്ലേ ഒരു മൈൻഡിಗೆ ഒരു റിലാക്സ് കൊടുക്കും. സോ സംടൈം ആ സൈഡ് നിന്നിട്ട് നോക്കുകയെല്ലാം ഉണ്ട്. ಯಾರತ್ತೆ ಮೋಚಂದು ಮಾರ್ನಿಂಗ್ ಟೈಮಿൽ അത്ര വെയിൽ നിൽക്കില്ല അപ്പോൾ ഒരു കൊസീപ്പെല്ലാം ആവും. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒത്തരാക്കിത്തെല്ലാം വെച്ചിട്ട് ಬಿಟ್ರೆ പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ കീഴിൽ ഞാൻ എത്രേ ഒത്തരാക്കിയെങ്കും എന്തിനായെങ്കൊന്നും കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റാക്കും. ഇന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാ ഒരു നല്ല ഒരു ഡീപ്പ് ക്ലീനിങ് ആക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റാക്കണമെന്നുണ്ട്. അതിൽ പിന്നെ ഞാൻ ഫ്രഷ് എല്ലാം ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ ബിരിയാണി ആക്കിയിട്ട് എടുക്കുവാനിട്ട് വിചാരിച്ചിരുന്നു. സോ ബിരിയാണിൻ്റെ പ്രിപ്പറേഷൻക്ക് റെഡി ആക്കിയിട്ടില്ലേ. ഞാനിവിടെ മിക്സിയുടെ ജാറിക്ക് ഒരു പഞ്ചരത്തര കൊറിയാൻഡർ ലീവ്സും ചെറിയ പഞ്ചരത്തര പിന്നെ ഒരു 10 ഗ്രീൻ ചില്ലി നല്ല സ്പൈസി ഉള്ള ഗ്രീൻ ചില്ലി ഇട്ടുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ അത്ര ഹാങ് കർഡ് സ്മൂത്ത് ആക്കിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കുന്നു. ചെമ്മ സ്മൂത്തല്ല തെല്ല് റഫായി തിന്നെങ്കും വലിയ വിസയല്ല. അതിൽ പിന്നെ തുർക്കിഷ് അദാനി കബാബ്രി കൊറിയ കബാബ്രി ഇതുണ്ടല്ലേ ഒലിഞ്ഞ് തിന്നിട്ട്. സോ അതിനെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തോണ്ടില്ലേ. ഈ ഒരു യുണീക്കായ ബിരിയാണി നിങ്ങൾ ഈ വട്ടത്തെ പെരുന്നാൾക്ക് മസ്റ്റ് ട്രൈ ആക്കി നോക്കൂ. എപ്പോഴും ഞങ്ങൾ ചിക്കൻ്റെ ബിരിയാണി മട്ടൻ്റെ ബിരിയാണി എല്ലാം ചൊല്ല പെരുന്നാൾക്ക് ആറും വന്നെങ്കിൽ എന്തിനാക്കിരാറ് അത് നിങ്ങൾ അവത്തിലാക്കിയത് ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി ഇല്ലെങ്കിൽ മട്ടൻ ബിരിയാണി ഇല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഇട്ട് ഞങ്ങൾ ചൊല്ല. സോ ഈ വട്ടത്തെ നിങ്ങളെ സ്പെഷ്യൽ ഗസ്റ്റ് ಬಂದು കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു റിപ്ലൈ ഇക്കുന്നു ഈ വട്ടം ആക്കിരും നിങ്ങൾ അവത്തിലുള്ളൂ സെയിം അല്ല ഞങ്ങളിത് ഒരു തെല്ല് ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ ആക്കിര ചെന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് ഒരു റിപ്ലൈ കൊടുക്കറപ്പലാവുന്നു. സോ ഈ ബിരിയാണിൻ്റെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കുന്നു. ഞാൻ ഓയിലിൽ കൊറിയ സ്പൈസസ് ആഡ് ആക്കിയോണ്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ കോഫ്തത്തെ ഫ്രൈ ആക്കുക വെച്ചിട്ട് നോക്കാത്തങ്ങനെങ്കിൽ അതിലെങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയതിൽ നോക്കാം. സോ അത് ഗോൾഡൻ കളർ അവിടെ തോലെ ഞാനിവിടെ ബാക്കിയൊരു പ്രിപ്പറേഷൻ ആക്കി എടുക്കറേ. ഇവിടെ ഞങ്ങൾ കോഫ്ത ഓൾമോസ്റ്റ് കുക്കായിട്ട് അതിലെടുത്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുക. ഞാൻ ബിരിയാണിൻ്റെ മസാലയിൽ കൊറിയ ഹോൾ സ്പൈസസ് ഞങ്ങളെ ആഡ് ആക്കിയിട്ട് ഓണിയൻ്റെ സോഫ്റ്റായിട്ട് കുക്കാകും വെച്ച് വിട്ടേ. ഹോൾ സ്പൈസസിൽ ഞാൻ എൽത്തരി കെത്തെ തെല്ല് ഷാജീര എക്സ്ട്രാ ആയിട്ട് ഷാജീര പിന്നെ ഒരു ചെറിയ പീസ് സ്റ്റാർ അനീസ് ആഡ് ആക്കിയോണ്ട് ഇവിടെ ഓണിയൻ ഞങ്ങൾ സോഫ്റ്റ് ആയാൽ പിന്നെ ഞാൻ ഇവിടെ 2 ലാർജ് സൈസ് ടൊമാറ്റോ ഇങ്ങനെ സ്ലൈസസിൽ ചോപ്പ് ആക്കിയിട്ട് എടുത്തോണ്ട് അതിൽ ആഡ് ആക്കിയിട്ട് നല്ലാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് ഞങ്ങൾ ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുത്തോളുക. അതിൽ പിന്നെ ഞങ്ങൾ ആക്കി വെച്ച് ഈ മസാല ഉണ്ടല്ലേ അതിൽ 4 ടേബിൾ സ്പൂൺ അത്ര ആഡ് ആക്കിയിട്ടുള്ള നല്ല സ്പൈസി ഉണ്ട്
ಅದು ಗೈತು ನಾನು 4 ಟೇಬಲ್ ಸ್ಪೂನ್ ಇಟ್ಟೊಂಟು ನಂದೇ മോനുക്ക് ചെമ്മി കാറേന്ന് പിന്നെ ഒന്ന് തിന്നില്ല ബട്ട് ഓൾമോസ്റ്റ് നാത്തിൽ കാരമേ ആക്കുവോ നോക്കിയിട്ടില്ലേ ബിരിയാണി തെല്ലാം ചപ്പ ചപ്പ നല്ല ആവില്ലല്ലേ പിന്നെ അവൻകൈത്ത് ബിരിയാണിൻ്റെ എക്സ്ട്രാ റൈസ് ನಾ ಬ್ಯಾರಮೇ ರಿಮೂವ್ ಆಕಿ ಬೆಚ್ಚಿ ಬಿಡ್ರೆ ലാസ്റ്റിക്ക് അവനിക്ക് ആഡ് ആക്കി കൊടുക്കുവോ കൂടെ തന്നെ അതൊരു കുക്ക് ആക്കിയാൽ പിന്നെ ടേസ്റ്റ് അക്കോർഡിങ് സോൾട്ട് ആഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ಅದು നല്ല ಸಾಫ್ಟ್ ಆವಡತೋಲ್ಲ ಮಸಾಲೆ ನಂಗೆ ಕುಕ್ ಆಕಿತ್ತು ಎಡ್ತೋಲೋನು ഇപ്പം ഇതിക്ക് ഞാൻ ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര ഹോം മെയ്ഡ് ബിരിയാണി മസാല ആഡ് ആക്കിയിട്ടുള്ള ഈ ബിരിയാണി മസാല ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഡൗട്ടിലേ ആക്കരുത് പിന്നെ അതിക്ക് ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര ഹോം മെയ്ഡ് മട്ടൺ മസാല ആഡ് ആക്കിയിട്ടുള്ള ഇതിൽ ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തോളുക ഒരു 4 to 5 minutes ഇതിലും ഞങ്ങൾ മുച്ചി വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്തോളുക ഓയിലെല്ലാം സെപ്പറേറ്റ് ആയാൽ പിന്നെ ഇതിക്ക് ഞാൻ ഞങ്ങൾ ആക്കി വെച്ച് കോഫ്ത ഉണ്ടല്ലേ അതിലെല്ലാം ആഡ് ആക്കിയിട്ട് ഞങ്ങൾ ഇതിക്ക് ഒരു സ്മോക്ക് ഫ്ലേവർ കൊടുക്കണം നല്ല സ്മോക്കി ഫ്ലേവർ കൊടുത്തെങ്കിൽ നല്ല ദം ബിരിയാണിയെല്ലാം നല്ല സൂപ്പർബ് ടേസ്റ്റ് ആവും ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തിന്നര കാണും നല്ല ആക്കിയിട്ട് ഞങ്ങൾക്ക് ഔത്തിൽ ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് എടുക്കാം സോ ഈ വട്ട പെരുന്നാൾക്ക് നിങ്ങൾ ഒത്തു വന്നേ ഗസ്റ്റ് ചൊല്ലോണു അടിപൊളി ബിരിയാണി ആയിട്ട് ഇങ്ങനത്തെ ബിരിയാണി ഞങ്ങൾ എവിടെയും തിന്നിട്ടില്ലാണ്ട് സോ ഇങ്ങനെ സ്മോക്ക് കൊടുത്താൽ പിന്നെ ഞാനതിനെ എടുത്തിട്ട് സൈഡിൽ വെച്ച് പോട്ടെ പിന്നെ കോഫ്തെല്ലാം എടുത്തിട്ട് ഞങ്ങൾ സൈഡിൽ വെക്കണം കീഴിൽ ലെയർ ആക്കിയെങ്കിൽ ചെറിയ 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 സൈസിലെ കോഫ്തല്ലേ സോ കീഴിൽ ലെയർ ആക്കി പിന്നെ ഞങ്ങൾ റൈസ് എടുക്കുമ്പോൾ അത് പൊടിയാവും അത് കഴിച്ച് എടുത്തിട്ട് സൈഡിൽ വെച്ച് പോട്ടെ പിന്നെ റൈസ് ഇങ്ങനെ ലെയർ ആക്കിയിട്ടുള്ള റൈസ് ഇട്ടിട്ട് ഗീ ഇട്ടിട്ട് ബിരിഷ്ടവും കൊറിയാൻഡർ ലീവ്സും ആക്ച്വലി എൻ്റെ ഒരു കൊറിയാൻഡർ ലീവ്സ് തീനൊരു നിങ്ങൾ ഇൻക്ലൂഡ് ആക്കുകയും മറക്കണ്ട ഞാൻ ഇവിടെ ನನ್ನ ಡೌತಿಲೇ ಆಯ ಕೊರಿಯಾ ಫ್ರೆಶ್ ಮಿಂಟ್ ಲೀವ್ಸು ಲೆಮನ್ದು ഇങ്ങനെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ടൊമാറ്റോയുടെ ഇങ്ങനെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് വെച്ച് ಬಿಟ್ರೆ പിന്നെ തെല്ല് ഹോം മെയ്ഡ് ബിരിയാണി മസാല ഉണ്ടല്ലേ അതിൽ സ്പ്രിങ്കിൾ ആക്കിയോണ്ട് അതെല്ലാം ഇട്ടിട്ട് ഫുഡ് കളർ ആഡ് ആക്കിയാലോ ഞാൻ അവിടെ ഫസ്റ്റ് ലെയർക്ക് യെല്ലോ കളർ ഫുഡ് കളർ ആഡ് ആക്കിയോണ്ട് സെക്കൻഡ് ലെയറും ഞങ്ങൾ സെയിം അതേപോലെ റിപ്പീറ്റ് ആക്കിയിട്ട് എടുത്തോളുക പിന്നെ ഇന്നത്തെ ഈ ഡേയ്സിൽ എൻ്റെ മോൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ബിൽഡിങ്ങിലേ ഉള്ളൂ ഞങ്ങൾ ನೇಬರ್ಸ್ ആയിട്ടിരിക്കാറ് അങ്ങ 5th ഫ്ലോറിലേക്കു സോ അങ്ങലോ മോളുള്ളാൾ റിംഷാൻറ്റ് അവളുടെ ബർത്ത്ഡേ ഉണ്ട് നക്ക് പുറത്ത് പോയിട്ട് എന്തും പർച്ചേസ് ആക്കുകയും ടൈമില്ലാണ്ട് പിന്നെ അവളുടെ ഒരു ഫേവറേറ്റ് ചെന്നെങ്കിൽ നോൺ വെജ് എല്ലാ ഐറ്റംസ് സോ ഞാൻ തെല്ല് ಯಾರಮೇ ಯಾರು ಇಟ್ಟು ತಿನ್ನೆ ಜಂಡು ಗ್ಲಾಸ್ ಇಟ್ಟರೆ ನಾರ್ಮಲ್ ಆಯ್ತು അപ്പം ഞാൻ 2.5 ഇട്ട് തിന്നെ സോ അവൾക്കും കൊടുക്കുകയായിട്ട് ഞാൻ എക്സ്ട്രാ തെല്ല ആക്കി തിന്നെ ഐ ഹോപ്പ് അവൾക്കും ലൈക്ക് ആയിട്ടിക്കോ അവൾ നല്ല ഇരുന്നിട്ടും ചന്ത തിന്നാൽ నాకు താങ്ക് യു ആൻറ്റി ഇത് പിന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടല്ലോ ഒരു സെറ്റാക്കിയിട്ട് ഞങ്ങൾ കീഴിൽ ഒരു തവ വെച്ചിട്ട് അയിരണ്ടു ഒരു 15 മിനിറ്റ്സ് ദമ്മിൽ വെച്ച് വിടുന്നു ലോ ഫ്ലെയിം ആക്കിയിട്ട് നിങ്ങൾ ഗ്യാസിൽ ചെമ്മ ലോ ഇല്ല ഒരു ഫ്ലെയിമിൽ സെറ്റാക്കിയിട്ട് അതിൽ ദമ്മിൽ വെച്ചിട്ട് കൊടുവരും പിന്നെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്